മംഗലവാർത്ത രണ്ടാം ബുധൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. മംഗലവാർത്ത. അക്ഷരങ്ങൾ അർത്ഥവത്തായി ഇണചേരുമ്പോൾ വാക്കുകളാകും. വാക്കുകൾ അർത്ഥവത്തായി ഇണചേരുമ്പോൾ വാചകങ്ങളാകും. വാചകങ്ങൾ അർത്ഥവത്താകുമ്പോൾ അത് പ്രവർത്തനനിരതമാകും. വാചകങ്ങൾ പ്രവർത്തനനിരതമാകുമ്പോൾ അത് വചനമാകും. വാക്കുകൾ വചനമാകണമെങ്കിൽ അതിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയണം. അപ്പോഴാണ് വാക്കുകൾ ജീവനുള്ളതാകും. പരിശുദ്ധാത്മാവ് വന്നു നിറയുമെന്നാണല്ലോ ദൂതൻ അവളുടെ സംശയത്തിന് മറുപടി നൽകുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ പുതിയ സൃഷ്ടികളാകും. അവർ മരിച്ചാലും വചനം ശ്രവിച്ചപ്പോൾ മരിച്ച് ദ്രവിച്ച എല്ലുകൾ പോലും കിരുകിരാരവത്തോടെ കൂടിച്ചേർന്ന് മാംസം ധരിച്ച് ജീവൻ പ്രാപിച്ചതായി നാം വായിക്കുന്നു. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് കൊണ്ടും കൃപ കൊണ്ടും നിറഞ്ഞവളായതുകൊണ്ട് അവളിൽ ഉരുവായത് കൃപയുടെ പൂർണ്ണരൂപമായിരുന്നു. വചനമാംസമായ ദൈവം തന്നെയായിരുന്നു. ദൈവത്തോട് ആമേൻ പറയുന്ന എല്ലാവരുടെ ഹൃദയത്തിലും ദൈവം വന്നു പിറക്കും.